നെക്സ്റ്റ് ടോപ്പിക് ഈസ് പർച്ചേസ് പ്രൊസീജിയർ. ഇതിനു മുന്നോടിയായി നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് അതുപോലെ പർച്ചേസ് പ്രൊസീജിയേഴ്സിൽ വരുന്ന ബൈയിങ് ടെക്നിക്സ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പർച്ചേസ് പ്രൊസീജിയർ. പർച്ചേസ് പ്രൊസീജിയറിൽ വരുന്നത് 7 സ്റ്റേജസ് ആണ്. 7 സ്റ്റേജുകളിലൂടെയാണ് ഒരു കമ്പനിക്ക് ആവശ്യമായ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് പുറമേ നിന്നുള്ള സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഈ ഒരു കാര്യത്തെയാണ് പർച്ചേസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 7 സ്റ്റേജസ്. 7 സ്റ്റേജുകളിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിസിപ്റ്റ് ആൻഡ് അനാലിസിസ് ഓഫ് റിക്വയർമെൻറ്റ്സ് ആൻഡ് പ്രോസസ്സിംഗ് റിക്വസിഷൻസ്. ഒരു കമ്പനിയിലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് റോ മെറ്റീരിയൽസ് ആവശ്യമായി വരികയാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിനുശേഷം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമായ മെറ്റീരിയൽസ് പുറമേ നിന്നുള്ള സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. ഇതിലെ ഫസ്റ്റ് സ്റ്റേജാണ് റിസിപ്റ്റ് ആൻഡ് അനാലിസിസ് ഓഫ് റിക്വയർമെൻറ്റ്സ് ആൻഡ് പ്രോസസ്സിംഗ് റിക്വസിഷൻസ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു പർച്ചേസ് റിക്വസിഷൻ ഫോമാണ്. ഇതിലെ 3 പാർട്ടുകളായിട്ടാണ് ഈ ഫോം ഉള്ളത്. ഇതിലെ ആദ്യത്തെ പാർട്ട് ഫില്ല് ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. രണ്ടാമത്തെ പാർട്ട് ഫില്ല് ചെയ്യേണ്ടത് സ്റ്റോർ കീപ്പറാണ്. ആൻഡ് തേർഡ് പാർട്ട് ഫില്ല് ചെയ്യേണ്ടത് പർച്ചേസ് സെക്ഷനാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെക്ഷനിലെ റോ മെറ്റീരിയൽസ് കുറവ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കഴിയുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ഈ പർച്ചേസ് റിക്വസിഷൻ ഫോമിലെ ആദ്യത്തെ പാർട്ടിൽ വരുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്യുകയാണ്. അതായത് ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ, സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി, ഇത്രയും കാര്യങ്ങൾ. ഇതിലെ ഏത് മെറ്റീരിയലാണോ ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, സ്പെസിഫിക്കേഷൻ, എത്ര ക്വാണ്ടിറ്റിയിലാണോ വേണ്ടത് എന്നുള്ളത് ഫില്ല് ചെയ്തിട്ട് ഈ ഒരു ഫോം തന്നെ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ സ്റ്റോർ സെക്ഷനിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. സ്റ്റോർ കീപ്പർ നിലവിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഈ ഫോമിലെ കാര്യങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് സ്റ്റോറിൽ ഈ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സ്റ്റോർ കീപ്പർ ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ആവശ്യമായ മെറ്റീരിയൽസ് സ്റ്റോറിലുണ്ടെങ്കിൽ ബാക്കി എത്ര മെറ്റീരിയൽസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ സ്റ്റോറിൽ ആ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ മുഴുവനായി വാങ്ങേണ്ട മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഫില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ട് എന്ന് പറയുന്നത്, ഈ ഒരു റിക്വസിഷൻ ഫോം എത്തുന്നത് നേരിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ കീപ്പറുടെ ഫില്ല് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് എത്ര മെറ്റീരിയൽസ് ആണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കൺക്ലൂഷനിൽ എത്തുന്നു. ഇതാണ് പർച്ചേസ് പ്രൊസീജിയറിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ കമ്പനിയുടെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടത്. അതായത് പർച്ചേസ് റിക്വസിഷൻ ഫോം ചെയ്യേണ്ടത് ആ കമ്പനിയിലെ സ്റ്റാഫുകൾ തന്നെയാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ചോയ്സ് ആൻഡ് ലൊക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ സപ്ലയേഴ്സ്. ഈ ഒരു സ്റ്റേജിൽ വരുന്നത് ആവശ്യമായ മെറ്റീരിയൽസ് എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതിനുശേഷം പുറമേ നിന്നുള്ള സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ മെറ്റീരിയൽസ് കമ്പനിയിലേക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ചോയ്സ്. അതിന് കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. റിലയബിലിറ്റി ഓഫ് സപ്ലൈ,
അതായത് റിലയബിൾ സോഴ്സിൽ നിന്ന് തന്നെയാണോ മെറ്റീരിയൽസ് വരുന്നത്, അതിൻ്റെ ക്വാളിറ്റി, അതുപോലെ ടൈംലി ഡെലിവറി ഓഫ് ഗുഡ്സ്, സമയത്ത് തന്നെയാണോ മെറ്റീരിയൽസ് എത്തുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സെലക്ട് ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്വസ്റ്റ്, റിസിപ്റ്റ് ആൻഡ് അനാലിസിസ് ഓഫ് കൊട്ടേഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പാണ്. കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എൻക്വയറി ടു നോ വെദർ ദ സപ്ലയേഴ്സ് ക്യാൻ സപ്ലൈ ദ ഡിസൈർഡ് മെറ്റീരിയൽസ് ബൈ ദ specified date under specified conditions, and if yes, then at what rate. Quotation അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എൻക്വയറി ആണ്. അതൊരു എൻക്വയറി ആണ്, അതായത് പരിശോധിക്കുകയാണ് സപ്ലയേഴ്സിന് ഡിസൈർഡ് മെറ്റീരിയൽസ്, ഈ മെറ്റീരിയൽസ് സ്പെസിഫൈ ചെയ്ത ഡേറ്റിൽ തന്നെ കമ്പനിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ, അതുപോലെ അങ്ങനെ കഴിയുമെങ്കിൽ എത്ര റേറ്റിൽ അല്ലെങ്കിൽ എത്ര കോസ്റ്റിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പ്രോസസ്സിനെയാണ് കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ഫോമാണ് കൊട്ടേഷൻ ഫോം എന്ന് പറയുന്നത്. കൊട്ടേഷൻ ഫോം എന്ന് പറയുന്നത് കമ്പനി തന്നെ ഈ ഒരു ഫോം, അതായത് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സപ്ലയേഴ്സിന് സപ്ലൈ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ സപ്ലയേഴ്സിനെ ക്ഷണിക്കുന്നതിനുള്ള ഫോമാണ് കൊട്ടേഷൻ ഫോം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ താഴെയായി ശ്രദ്ധിച്ചാൽ അറിയാം, മെറ്റീരിയൽ, ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി റിക്വയർഡ്, യൂണിറ്റ് കോസ്റ്റ്, എത്ര കോസ്റ്റിലാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ പ്രൈസ്, ടോട്ടൽ നെറ്റ് പ്രൈസ്, ഇവയെല്ലാം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കൊട്ടേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത് സപ്ലയേഴ്സ് ആണ്. ഈ കൊട്ടേഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെൻഡേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ സിംഗിൾ ടെൻഡർ എന്ന് പറയുന്നത്. വെൻ ദ ക്വാണ്ടിറ്റി ഈസ് ഓഫ് എക്സ്ട്രീം ഇമ്പോർട്ടൻസ്, ഓൺലി എ റിലയബിൾ ഫേം വിൽ ബി ആസ്ക്ഡ് ടു സപ്ലൈ with whom they are already in business contact, and rates are fixed by mutual acceptance. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ സപ്ലയർ അല്ലെങ്കിൽ ഒരൊറ്റ വെൻഡറിനെ മാത്രമേ ഈ ഒരു ടെൻഡർ മുഖാന്തരം ക്ഷണിക്കുകയുള്ളൂ. ഇത് നിലവിൽ അവരുമായി ബിസിനസ് കോണ്ടാക്റ്റ് ഉള്ളതും, അതുപോലെ എത്ര റേറ്റിനാണ് സപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ നിശ്ചയിച്ച് ഉറപ്പിച്ചതുമായിരിക്കും. ഇതിനെയാണ് സിംഗിൾ ടെൻഡർ എന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ സപ്ലയറുമായി തന്നെ ബിസിനസ് ചെയ്യുന്നതിനെയാണ് സിംഗിൾ ടെൻഡർ എന്ന് പറയുന്നത്. ക്ലോസ് ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when material is required, firms which are registered will be invited to tender their rates, and the most economic offer will be considered for placing the order. ഈ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ക്ലോസ് ടെൻഡറിൽ മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളതിനനുസരിച്ച് നിലവിൽ രജിസ്റ്റർ ചെയ്ത സപ്ലയേഴ്സിനെ ക്ഷണിക്കും. അതിൽ നിന്ന് എക്കണോമിക് ആയ രീതിയിൽ ആർക്കാണോ സപ്ലൈ ചെയ്യാൻ കഴിയുന്നത് അവരെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ ലിമിറ്റഡ് ടെൻഡർ സിസ്റ്റം എന്നും പറയും. അതായത് ഒരു നിശ്ചിത എണ്ണത്തിലുള്ള സപ്ലയേഴ്സിനെ മാത്രമേ ഈ ഒരു ടൈപ്പ് ഓഫ് ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷനിൽ പരിഗണിക്കുകയുള്ളൂ. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ടെൻഡർ ആണ്. ഓപ്പൺ ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറുകളിലും മറ്റും പരസ്യങ്ങൾ കൊടുത്ത് സപ്ലയേഴ്സിനെ ക്ഷണിക്കുന്നതിനെയാണ് ഓപ്പൺ ടെൻഡർ എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ടെൻഡറിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫേമുകൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ 3 ടൈപ്പ്
കൊട്ടേഷൻ ആണുള്ളത്, അല്ലെങ്കിൽ ഈ 3 ടൈപ്പ് ടെൻഡറുകൾ ആണ് നിലവിൽ ഉപയോഗിക്കുന്നത്. ഈ കൊട്ടേഷൻ റിസീവ് ചെയ്തു കഴിഞ്ഞാൽ ഇവ എല്ലാം കമ്പയർ ചെയ്യുന്നത് ഒരു കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ്. അതായത് എത്ര സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ ലഭിച്ചു, ആ കൊട്ടേഷൻ പരസ്പരം കമ്പയർ ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും എക്കണോമിക് ആയ രീതിയിൽ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയറെ തിരഞ്ഞെടുക്കുകയാണ് ഈ ഒരു കമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4th സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലേസിംഗ് ഓഫ് ഓർഡേഴ്സ് ആണ്. സപ്ലയർ അല്ലെങ്കിൽ വെൻഡറെ സെലക്ട് ചെയ്തതിന് ശേഷം കമ്പനി അവർക്ക് ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. ഈ പർച്ചേസ് ഓർഡറിൽ വരുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി, പ്രൈസ് പെർ യൂണിറ്റ്, എമൗണ്ട്, ഡെലിവറി ഡേറ്റ്, പ്രോമിസ്ഡ്, ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം പർച്ചേസ് ഓഫീസർ സൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു പർച്ചേസ് ഓർഡർ സെലക്ട് ചെയ്ത സപ്ലയേഴ്സിന് അല്ലെങ്കിൽ സപ്ലയർക്ക് കൊടുക്കുന്നു. ഇതിനെയാണ് പ്ലേസിംഗ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. 5th സ്റ്റേജ് എന്ന് പറയുന്നത് ഫോളോ അപ്പ് ആൻഡ് എക്സ്പെഡിറ്റിംഗ് ദ പർച്ചേസ് ഓർഡർ. ഈ പർച്ചേസ് ഓർഡർ സപ്ലയർ അല്ലെങ്കിൽ വെൻഡർക്ക് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുക എന്നതാണ്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എൻക്വയർ ചെയ്യുക എന്നുള്ളതാണ് 5th സ്റ്റേജിൽ വരുന്നത്. ഇതിൽ വരുന്നത് ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് പ്രോഗ്രസ് ഓഫ് ഓർഡർ, സപ്ലയർ to be reminded before the expiry of the delivery period. Also, take corrective actions so that material may be received in time as earlier planned. 6th stage എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് സപ്ലയേഴ്സ് ഇൻവോയ്സസ് ഫോർ പേയ്മെന്റ് ആഫ്റ്റർ പ്രോസസ്സിംഗ് ഡിസ്ക്രിപ്പൻസീസ് ആൻഡ് റിജക്ഷൻസ്. സപ്ലയർ കയ്യിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ കൊടുത്ത പർച്ചേസ് ഓർഡറിന് അനുസരിച്ച് തന്നെയാണോ എന്നുള്ളത്, അതുപോലെ ലഭിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡാമേജ് ഉള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയാത്ത റോ മെറ്റീരിയൽസ് തിരിച്ച് കൊടുക്കുന്നത്, അതായത് റിജക്റ്റഡ് മെറ്റീരിയൽസ്, ഇവയെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം സപ്ലയർക്ക് വേണ്ട പേയ്മെന്റ് പ്രോസസ് ചെയ്യുന്നു. ഇതാണ് 6th സ്റ്റെപ്പ് ഓഫ് പർച്ചേസ് പ്രൊസീജിയർ. 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലോസിംഗ് കംപ്ലീറ്റഡ് ഓർഡേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. സപ്ലയറുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിയതിന് ശേഷം പേയ്മെൻറ്റും നടത്തിയതിന് ശേഷം ഈ ഓർഡറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്യുന്നു. അതുപോലെ ഈ ഓർഡറുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പർച്ചേസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ 7 സ്റ്റേജുകൾ ആണ് പർച്ചേസ് പ്രൊസീജിയറിൻ്റെ ഡിഫറൻറ്റ്